നമസ്കാരം. സൂപ്പർ ലീഗ് കേരള കണ്ണൂർ കപ്പെടുത്ത് നിൽക്കുകയാണ്. രണ്ടാം സീസൺ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പര്യവസാനം നമ്മൾ കണ്ടു. ആഘോഷമായിരുന്നു കണ്ണൂരിൽ നമ്മൾ കലാശപ്പോരിൽ കണ്ടത്. തൃശ്ശൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മറികടന്നാണ് കണ്ണൂർ ആദ്യമായി കപ്പിൽ ചുംബിച്ചത്. എനിക്കൊപ്പം ഷൈജു ദാമോദരൻ, ഒപ്പം ശ്രീ ഷഫീഖ് ഹസൻ, കണ്ണൂരിൻ്റെ സഹപരിശീലകൻ, അതോടൊപ്പം തന്നെ സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകൻ. നമുക്കൊപ്പം രണ്ടുപേര് ചേരുകയാണ്. ആദ്യം ഷൈജോട്ടാ, കണ്ണൂരാണ് കളി നടന്നത്. കണ്ണൂരിലെ കാണികൾക്ക് മുന്നിലാണ് കളിച്ചത്. കണ്ണൂരാണ്. തൃശ്ശൂർ മോശമല്ലായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തേക്ക് എത്തിയപ്പോൾ തൃശ്ശൂർ തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി, പരാജയപ്പെട്ടു പോയി. കണ്ണൂർ കപ്പെടുത്ത മൂമെൻറ്റ് കേരള ഫുട്ബോളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പുതിയ അടയാളം എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ സൂപ്പർ ഗാലറിയുടെ കഴിഞ്ഞ ഏറ്റവും അവസാനം നമ്മൾ ചെയ്ത നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു പോയിൻറ്റിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ. അന്ന് നമ്മൾ പറഞ്ഞത് ഒരു ടൂർണമെൻറ്റിൻ്റെ, ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഓരോ തവണയും ഓരോ സീസണിലും ഓരോ വട്ടത്തിലും പുതിയ ടീമുകൾ ഫൈനൽ കളിക്കുകയും പുതിയ ചാമ്പ്യന്മാർ ഉദയം ചെയ്യുകയും ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ആ കണക്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ണൂരിൻ്റെ മാത്രം വിജയമല്ല, SLKയുടെ മൊത്തത്തിലുള്ള വിജയമാണ്. പിന്നെ തീർച്ചയായിട്ടും കണ്ണൂർ കേരളത്തിലെ, നമ്മളിപ്പം മലപ്പുറത്തെക്കുറിച്ച് പറയാറുണ്ട്, കാലിക്കറ്റിനെ കുറിച്ച് പറയാറുണ്ട്, തൃശ്ശൂരിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഒട്ടും നമുക്ക് പുറകിലോട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരിടമാണ് കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കേരള ഫുട്ബോളിൻ്റെ ചരിത്രത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള കണ്ണൂരിൻ്റെ ആ കോൺട്രിബ്യൂഷൻ, എന്താ പറയുക, കേരള ഫുട്ബോളിന് കണ്ണൂർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പഴയ താളുകൾ ഓരോന്നോരോന്നായി മറിച്ചാൽ നമുക്ക് സ്പിരിറ്റഡ് യൂത്ത്സിനെയും ലക്കി സ്റ്റാറിനെയും ബ്രദേഴ്സ് ക്ലബിനെയും ജിംഖാനെയും കാണാം. നമുക്ക് കൊക്കൈൻ പപ്പൂനെ മുതൽ VP സത്യനെയും ക്യാപ്റ്റൻ മണിയെയും സഹൽ അബ്ദുൽ സമദ് വരെയുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാരെ കാണാം. അപ്പോൾ കേരള ഫുട്ബോളിന് കണ്ണൂർ നഗരവും കണ്ണൂർ പ്രദേശവും നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതൊട്ടും കുറവല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സൂപ്പർ ലീഗ് കേരള ആദ്യമായിട്ട് ഹോം മൈതാനത്ത് കളിക്കാൻ കണ്ണൂർ വാറിയേഴ്സിന് ഒരു അവസരം കിട്ടുന്നു. കളി കാണാൻ ആയിരക്കണക്കായ കണ്ണൂരുകാർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി വരുന്നു. അവർ എല്ലാ അർത്ഥത്തിലും കണ്ണൂർ വാറിയേഴ്സിനെയും SLKനെയും സ്വീകരിക്കുന്നു. അതിൻ്റെ കൾമിനേഷൻ, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു ഉത്തുംഗമായിട്ടുള്ളൊരു പോയിന്റിൽ കണ്ണൂർ തന്നെ ഹോം ഫൈനൽ കളിക്കാനുള്ള ഒരു ടീമായി വരുന്നു. കണ്ണൂർ കിരീടം നേടുന്നു. എല്ലാ അർത്ഥത്തിലും കണ്ണൂർ ഫുട്ബോളിൻ്റെ വിജയമാണ്, കണ്ണൂർ വാറിയേഴ്സിൻ്റെ വിജയമാണ്. കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികൾക്കും കണ്ണൂരിലെ ഫുട്ബോളിനും ശരിക്കും പറഞ്ഞാൽ പുത്തൻ ഉണർവ്. അവിടെ ഒന്ന് കണ്ണൂർ ഫുട്ബോൾ ഇനി സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന ഒരു സമയമാണ്. അവർക്കിത് നല്ല കാലമാണ്. ഓക്കെ, അപ്പോൾ ഷൈജോടൻ പറഞ്ഞ പേരുകളിലൊന്ന് VP സത്യൻ്റെതാണ്. ഒരുപക്ഷെ ഫൈനൽ മത്സരത്തിൽ മത്സരാവേശം പോലെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ഗാലറിയിലെ ഒരു വലിയൊരു ബാനർ ഉയർന്നത്, സത്യേട്ടൻ്റെ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒന്ന് രോമം എഴുന്നേറ്റ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ VP സത്യൻ്റെ കളി കാണുക വളരെ കുറവാണ്. കേൾക്കുക, സത്യൻ, ഷറഫലി, പാപ്പച്ചൻ തുടങ്ങിയ ആ ലെജൻസിൻ്റെ പേര് നമ്മളിങ്ങനെ കേട്ടാണ് VP സത്യം എന്നുള്ള നമ്മൾ ഇൻജക്റ്റ് ചെയ്യുന്നത് ഉള്ളിലേക്ക്. VP സത്യൻ്റെ മരണവും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയപ്പോഴും ഈ മനുഷ്യനാണല്ലോ നമ്മളെ അത്രയും കാലം കൊണ്ടുപോയെന്നുള്ള ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതേ VP സത്യനെ ഓർത്തെടുത്താണ് കണ്ണൂരിൽ റെഡ് മറൈൻസ് ഗാലറി നിറഞ്ഞത്. വലിയ സപ്പോർട്ട്. ഞാൻ ഷഫീഖ് ഹസനിലേക്ക് ഒന്ന് പോകാൻ. ഷഫീഖ് സാർ, കണ്ണൂർ ടീമിനെ സംബന്ധിച്ചിടത്തോളം പരിശീലകനെ മാറ്റിയില്ല, സഹപരിശീലകനെ ഒന്നും മാറ്റാതെയാണ് ഇത്തവണ ഇറങ്ങിയത്. കഴിഞ്ഞ സീസണിലെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പരാജയം മുന്നിലുണ്ട്. എന്തൊക്കെയായിരുന്നു പോരായ്മകളെന്ന് വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? ഞാൻ ചോദിക്കുന്നത്, താരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്ന് തിരിച്ചറിയുന്ന 2 പേർ അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി, ഒരു കണ്ടിന്യൂറ്റി എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു ടീം ഗെയിമിൽ നമ്മളുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി വേണം. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ തന്നെ അതാണ്. അതായത് എന്നെ ഹൈദരാബാദ് ശ്രീനിധിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഞാനുമായിട്ട് അവരുണ്ടാക്കിയിരുന്നത് 2 വർഷത്തെ കോൺട്രാക്റ്റാണ്, 3 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് അതിൽ
വളരെ പ്ലാൻഡാണ്. അവർക്കൊരു ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോഴേ അവരെന്നെ 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു കണ്ണൂർ വാരിയേഴ്സ്. അതിലെനിക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റികളിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ഞാൻ നാഷണൽ ടീമിൽ പോകുന്നതിന് മുമ്പ്, നാഷണൽ ഗെയിംസിനും നാഷണൽ ടീമിൻ്റെ കൂടെ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇൻ്റർ കോളേജായിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ്, യൂണിവേഴ്സിറ്റി ക്യാമ്പുകൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻഡ് ആയിരുന്നു അതിനകത്ത്. ഞാൻ മാനുവലായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടായിരുന്നു. മാനുവലിന് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് ആണെങ്കിൽ കൂടിയും ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കീ പ്ലെയേഴ്സിൻ്റെ ഒക്കെ നിലനിർത്താൻ പറ്റി. 9 കണ്ണൂരുകാരെ കൊണ്ടുവന്നു. അപ്പോൾ അത് നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അതിൽ ഞങ്ങൾ ടാർഗറ്റ് വെച്ചിരുന്നത് ഫൈനലിൽ എത്തുക എന്നായിരുന്നു. ഫൈനൽ ജയിച്ചു. വളരെയധികം സന്തോഷം. 9 കണ്ണൂരുകാർ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് വളരെ അനായാസമാണ് പറയുന്നത്. പക്ഷേ ഈ 9 പേരും കണ്ണൂരിലുണ്ടാക്കിയോളൂ. ഞാൻ മനസ്സിലാക്കി 1-2 താരങ്ങളായിരിക്കും ഒരു പക്ഷേ അങ്ങനെ മുഴുവൻ സമയത്ത് ഇറങ്ങാതെ നിന്നിട്ടുണ്ടാവുക. പക്ഷേ അതിൽ നമ്മൾ മുഹമ്മദ് സിനാൻ എന്നുള്ളൊരു പേര് മാത്രം അടർത്തിയെടുത്ത് നമ്മൾ സംസാരിച്ചേ പറ്റൂ. കാരണം ഈ സീസണിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളൊന്ന് സിനാനാണ്. സിനാൻ അതുവരെ മറ്റ് പ്രൊഫഷണൽ ടൂർണമെൻറ്റ് കളിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നില്ലേ ഷെജോട്ടാ? മറ്റ് നമ്മൾ സിനാൻ്റെ പേര് എവിടെ കേട്ടിട്ടില്ല കാര്യമായിട്ട്. അങ്ങനെ സിനാൻ ഈ SLKയുടെ യഥാർത്ഥത്തിലുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയാവുന്ന നമ്പർ 1 കണ്ടെത്തലുകൾ ആരൊക്കെയെന്ന് നമ്മൾ ചർച്ച ചെയ്താൽ അതിലേറ്റവും ആദ്യം പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് അല്ലെങ്കിൽ പേരാണ് സിനാൻ്റെ. അപ്പോൾ SLKയുടെ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന കണ്ണൂരിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനും കൂടി നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. കാരണം കണ്ടെത്തൽ വാസ്തവത്തിൽ ഇവരൊക്കെ നടത്തിയ കണ്ടെത്തലാണ്. SLKയുടെ കണ്ടെത്തൽ എന്ന് ജനറലി നമ്മൾ പറയുമ്പോഴും കളിക്കാൻ അവസരം കിട്ടുക, SLKയിൽ കളിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ സിനാൻ കളിച്ച് തെളിയിക്കുന്നു എന്നുള്ള സത്യമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്. അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ പ്ലെയറിനെ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ട് റിക്രൂട്ട് ചെയ്തിട്ട് അതിനെ എന്താ പറയുക ടീമിലേക്ക് കൊണ്ടുവരുന്നൊരു പോയിൻ്റ്. ആ പോയിൻ്റാണ് ഏറ്റവും നിർണായകം. അവസരം കിട്ടിയില്ലെങ്കിൽ സിനാന് കളിക്കാൻ കഴിയില്ല, SLK സിനാനില്ലെങ്കിൽ. അപ്പം സിനാനെ SLKയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കണ്ണൂർ വാറിയേഴ്സിലേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന, സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്ന നിർണായകമായ ഒരു പോയിൻ്റ് ഉണ്ട്. ആ നിർണായകമായ ഒരു പോയിൻ്റാണ് നമ്മുടെ ഒപ്പം ഇന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംഗതി. അപ്പോൾ തീർച്ചയായിട്ടും 9 കണ്ണൂർ വാറിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൻ്റെ പേരിലൊരു ടീം കളിക്കുമ്പോൾ ആ ടീമിൽ നാട്ടുകാരായ അർഹതപ്പെട്ട നല്ല ക്വാളിറ്റി ആയിട്ടുള്ള 9 പേരെ കളിപ്പിക്കുമ്പോൾ ആ ടീം സമ്പൂർണ്ണ അർത്ഥത്തിൽ കണ്ണൂരാവുകയാണ്. ഇതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഈ ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായി പറഞ്ഞത്, അങ്ങനെ ഒരു ടീം ഫൈനലിൽ എത്തുകയും കിരീടം നേടുകയും ചെയ്യുമ്പോൾ അത് കണ്ണൂരിൻ്റെ സമ്പൂർണ്ണ വിജയമായിട്ട് മാറുകയാണ്.